ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ലിജീസ് വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ നമ്മുടെ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഒരു മരത്തുമ്മ നിറച്ച് കാക്കകളാ. അവറ്റേ അവിടെ മുകളിലിരുന്ന് ആരെങ്കിലും താഴെ കാണുമ്പോൾ അപ്പം അപ്പി ഇടുന്നുണ്ട്. ഷാരി സാറിന്റെ മേത്ത് കപ്പിട്ടു. ആ ഒരു സന്തോഷത്തിലാണ് ഷാരി സാറിന്റെ മേത്തിട്ടേക്കാളും ഷാരി സാറിന്റെ സന്തോഷം ഇപ്പൊ ആ പെങ്കൊച്ചിന്റെ മേത്ത് ഇട്ടിട്ടുണ്ടെന്നും പറഞ്ഞ അതിന് കുഴപ്പമില്ല. ബോഗൻവില്ലയുടെ കീഴേക്കൂടെ നടന്നു കഴിഞ്ഞാൽ അപ്പ പിടിക്കപ്പെടുന്നു. ദൂരെ നടക്കണം. പിന്നീട് ഓട്ടോകളുണ്ട്. അപ്പൊ ഓട്ടോയോ റിക്ഷയോ എങ്ങനെയെങ്കിലും പോകാന്ന് വിചാരിക്കും. ഞങ്ങൾ ഇനി ഷോപ്പിങ്ങിനായിട്ട് പോകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം എല്ലാവരും. ഓക്കെ, ബൈ ബൈ. അപ്പൊ നമ്മുടെ ഒരു ഫാമിലി പോയി കഴിഞ്ഞു, ഷാരി സർ ഫാമിലി. അവർക്ക് ഓട്ടോ കിട്ടി. അപ്പോൾ കിട്ടിയതേ പോയി. ഇനി ഞങ്ങൾക്കുള്ള ഓട്ടോ വരണം. ഓട്ടോ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളും പോകും. ഇവിടെ അടുത്ത് ഹിൽ റോഡ് എന്ന് പറഞ്ഞിട്ടൊരു മാർക്കറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ. അപ്പോൾ ആദ്യം അവിടെ പോയി നോക്കിയിട്ട് പിന്നെ വേറെ ഒരു മാർക്കറ്റിലും കൂടെ പോകുന്നുണ്ട്. ഈ മാർക്കറ്റിൽ നിന്ന് നമുക്ക് എല്ലാവരും ഐറ്റംസൊക്കെ വാങ്ങിച്ച് സാറ്റിസ്ഫൈഡ് ആണ്. കുഴപ്പമില്ലെങ്കിൽ കുഴപ്പമില്ല. എല്ലാവർക്കും ഇഷ്ടത്തിനനുസരിച്ചൊന്നും കിട്ടണില്ലെങ്കിൽ വേറെ ഒരു മാർക്കറ്റിലും കൂടെ പോയി നോക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ ഞങ്ങളും ഇങ്ങനെ ഓട്ടോ അന്വേഷിച്ചുകൊണ്ട് നടക്കണം. ബൈ 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 ബൈ. അപ്പോൾ രണ്ടാമത്തെ ഫാമിലിയും പോവാണ്. ഓക്കെ, ബൈ ബൈ ബൈ. ഞങ്ങൾ അവരെയൊക്കെ പറഞ്ഞു വിട്ടു. ഇനി ഞങ്ങൾക്കുള്ള ഓട്ടോ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ട് 1-2 അവരൊക്കെ പോകാൻ റെഡിയാണോ എന്ന് അറിയില്ല. റെഡിയാണോ? ഓക്കെ. അപ്പോൾ ഞങ്ങളും പോവാണ് കേട്ടോ ഷോപ്പിങ്ങിന്. അപ്പോൾ ഞങ്ങളും അങ്ങനെ ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹിൽ റോഡ് എന്ന് പറഞ്ഞ ഒരു മാർക്കറ്റിലേക്ക് കേട്ടോ പോകുന്നത്. അവിടെ വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ഐറ്റംസ് നമുക്ക് കിട്ടുമെന്ന് പറയുന്നു. അവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ഒന്ന് പോയി നോക്കാമെന്ന് കഴിഞ്ഞു. ഇവിടുത്തെ 10 മിനിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ ഹിൽ റോഡ് മാർക്കറ്റ്. ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ നേരെ പിടിച്ച് അങ്ങ് അറ്റം വരെ ഉണ്ടെന്ന് പറഞ്ഞ കടകൾ. നമ്മളിവിടെ ജസ്റ്റ് വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഞങ്ങൾ നോക്കട്ടെ. ഇവിടെ ഷോപ്പുകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. അവരെല്ലാം ഇങ്ങനെ പുറത്തൊക്കെ ഇങ്ങനെ കടയുടെ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സാധനങ്ങൾ. പിന്നെ ഇതിലെ ഫുട്പാത്തിൽ കൂടെ ഒക്കെ വെക്കുന്ന പറഞ്ഞ ഒരുപാട് ഐറ്റംസ്. പക്ഷെ അതിൻ്റെ ഒന്നും ടൈം ആയിട്ടില്ല. ഒരു 2 മണി കഴിയാണ്ട് നോക്കണ്ടെന്ന് പറഞ്ഞത്. കടകളുടെ ഉള്ളിലൊക്കെ കയറി അങ്ങനെയൊക്കെ എടുക്കണമെങ്കിൽ ജസ്റ്റ് എടുക്കാം. പക്ഷെ അതും ഓപ്പണായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അത് നമുക്ക് ഇപ്പോൾ വേറെ ഡ്രൈവർ പറഞ്ഞു തന്നു. അതുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇനി വേറെ ഏതാ അടുത്ത സ്പോട്ട് കട തുറക്കുന്നവരെ വേറെ ഏതെങ്കിലും അടുത്ത സ്പോട്ട് പോയി നോക്കാമെന്നും പറഞ്ഞ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ തീരുമാനം ഒരുവിധം ഉറപ്പിച്ചു. കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വേറൊരു മാർക്കറ്റ് ഉണ്ട്. ഇവിടെ തൊട്ടടുത്തല്ല കേട്ടോ, കുറച്ച് ദൂരം പോകണം. ക്രോഫോർഡ് മാർക്കറ്റ് എന്നും പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോകാമെന്ന് വെച്ച് ഇതവിടെ ബുക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. മൊബൈൽ ആപ്പ് വഴി ഓലയോ അല്ലെങ്കിൽ ഊബറോ അങ്ങനെ എന്തെങ്കിലും ബുക്ക് ചെയ്തിട്ട് പോകാമെന്നും പറഞ്ഞ് ബുക്കിംഗ് നടക്കണം. അപ്പോൾ ഇവർക്ക് ബുക്ക് ചെയ്ത വണ്ടി എത്തിക്കഴിഞ്ഞു. അവരുടെ വണ്ടി കയറി പോകണം. ഈ മാർക്കറ്റ് ഇങ്ങനെ തുറന്നു വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഒന്നും പർച്ചേസിങ് നടക്കില്ല. ഇവർ പോകുന്നതിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ വണ്ടി വരുന്നതായിരിക്കും. ബുക്കിംഗ് കഴിഞ്ഞേക്കുന്ന കാലാവസ്ഥയൊക്കെ നല്ല കാലാവസ്ഥ കേട്ടോ. ഇവിടെ വലിയ വെയിലും ചൂടൊന്നുമില്ല. ഈവനിങ് ടൈമിലൊക്കെ നല്ല കാറ്റാണ്, നല്ല തണുത്ത കാറ്റ്. നമ്മൾ ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് ആയിരിക്കും. ഇതിപ്പോൾ അവിടെ നിന്നൊക്കെ നമുക്ക് കാണാട്ടോ, കണ്ടമരങ്ങളൊക്കെ കിടന്ന് ആടുന്നത്. നല്ല കാറ്റാണ്, നല്ലൊരു കാലാവസ്ഥ ഇവിടുത്തെ, നോർമൽ ടെമ്പറേച്ചർ. നമ്മുടെ വണ്ടി ഇതാ അവിടെ എത്തിയിട്ടുണ്ട്. അതേ യൂ-ടേൺ എടുത്തപ്പോൾ തിരിച്ചു വരും. ഇതാ വരുന്നുണ്ട്. എത്തിക്കഴിഞ്ഞു. 5 ജിപ്പിയും ഏറ്റവും പുറകിലാട്ടോ. അതെ, അവരുടെ സീറ്റ് അവിടെ. ഇവിടെ പ്രീത ടീച്ചർ, സുഷ ടീച്ചർ, ഷാരി സാറും. എന്നെ ഇവിടെ ഫ്രണ്ടിലിരുത്തണേ. വീഡിയോ എടുക്കണതുകൊണ്ട് എന്നെ ഫ്രണ്ടിലിരുത്തണ്ട്. എനിക്ക് കിട്ടുന്നത് ഫ്രണ്ട് സീറ്റാണ്. അപ്പോൾ രക്ഷപ്പെട്ടു. ഇവിടെയൊക്കെ നല്ല രസമാട്ടോ. ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻ ഐറ്റംസ് മൊത്തം ഇപ്പോൾ കൂടുതലും വെച്ചേക്കണം 2 സൈഡിലും. ഞങ്ങളെന്തായാലും പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നല്ല മാർക്കറ്റായിരുന്നു. പക്ഷെ തുറന്നിട്ടില്ലല്ലോ. ഇനി വെയിറ്റ് ചെയ്ത് നിന്ന് നമുക്ക് സമയം കളയാനില്ല. അതുകൊണ്ട് പോവാണ്. ഞങ്ങളിപ്പോൾ ഇനി നേരെ ക്രോഫോർഡ് മാർക്കറ്റിലേക്ക് കേട്ടോ പോകുന്നത്. അതും നല്ല ചീപ്പ് ആൻഡ് ബെസ്റ്റ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മുംബൈയിലത്തെ നല്ലൊരു അടിപൊളി മാർക്കറ്റാണ്. അതും അവിടെ നമുക്ക് നല്ലപോലെ ചീപ്പായിട്ടുള്ള ഐറ്റംസൊക്കെ കിട്ടുമെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടത്.
3 പേര് ഓൾറെഡി പോയി കഴിഞ്ഞു. നമ്മളും അവരുടെ വണ്ടിയുടെ തൊട്ട് പുറകിൽ കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് ആ മാർക്കറ്റിലേക്ക് അരമണിക്കൂറുള്ളൂ, ഈ പറയുന്ന ക്രോഫോർഡ് മാർക്കറ്റിലേക്ക്. അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന അവര് നമ്മുടെ സിദ്ധുവും രജിസാറും ചേട്ടനൊക്കെ അതിനകത്തുണ്ട്. നമ്മുടെ സീലിംഗ് റോഡ് ഉണ്ട്, അത് സീലിംഗ് കാണാൻ നല്ല രസമാണ്. ഈ സെയിം റോഡിൽ കൂടി നമ്മൾ പോണേ. ഇപ്പൊ 2-3 പ്രാവശ്യം നമ്മള് പോയി, ഇന്നലെ ഞാൻ നോക്കത്തിലേ പോയി. എന്നാലും ഇത് പണിതിരിക്കുന്നതും ഒക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗി കേട്ടോ. എന്ത് രസം. വലിയൊരു അത്ഭുതങ്ങളിൽ ഒന്നാണ് അല്ലേ. അപ്പുറം ഇപ്പുറയും കടല്, കടലിന്റെ മോളിക്കോട്. അങ്ങനെ ബോംബെയിൽ വന്നുള്ള കറക്കത്തിൻ്റെ 3-ാം ദിവസം കേട്ടോ ഇന്ന്. 3-ാം ദിവസം എന്നും പറയാം, ലാസ്റ്റ് ദിവസം എന്നും പറയാം. അപ്പോൾ നാളെ രാവിലെയാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട ട്രെയിൻ. അപ്പോൾ തിരിച്ചു പോകുന്നത് ഞങ്ങൾ ട്രെയിനാണ്, ഫ്ലൈറ്റിനല്ല. പിന്നെ ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മൾ മൗണ്ട് മേരി ചർച്ചിൽ പോയത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രിയിൽ പാതിര കുർബാനയ്ക്കൊക്കെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. ഞങ്ങൾ ഷോപ്പിംഗ് കാര്യങ്ങളും ഇന്നത്തെ കറക്കമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോഴേക്കും എത്ര മണിയാവും, പിന്നെ പാക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ ഓർത്തിട്ടാണ് നമ്മൾ രാവിലെ തന്നെ ഇന്ന് പള്ളിയിൽ പോകാമെന്ന് വെച്ചത്. വലിയ വലിയ ബിൽഡിങ്ങുകളാണ് ഇവിടെ, ഫ്ലാറ്റ്സുകൾ, ഓഫീസ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ യുപിയിലൊന്നും കാണാത്ത, യുപിയിലൊന്നും ഇതിന്റെ പകുതി പോലും ഉള്ളത് എനിക്ക് തോന്നില്ല എന്ന് തോന്നുന്നു. ഞങ്ങൾ ലക്നൗവിലേക്കൊക്കെ വരുമ്പോൾ കാണാറുണ്ട് കേട്ടോ ഒരുവിധം ഏതാണ്ട് ഇതിൻ്റെ പകുതിയൊക്കെയുള്ള ബിൽഡിങ്ങുകൾ. പക്ഷേ ഞങ്ങൾ താമസിക്കുന്ന ആ ഏരിയയിൽ അവിടെയൊന്നും ഇത്രയും ഹൈറ്റുള്ള ബിൽഡിങ്സ് ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല. ഇവിടെ ഒരു സ്കൂള് കാണാം. സ്കൂള് നമ്മളിപ്പോൾ കോസ്റ്റൽ റോഡ് വഴിയാണ് പോണേ. ഇവിടെയൊക്കെ ഒത്തിരി മെയിൻ്റനൻസ് വർക്ക് നടക്കുന്നുണ്ട്. നല്ല ഒത്തിരി യു ടേണുകളുണ്ട് ഇവിടെ. നല്ല വീതിയുള്ള റോഡ്, അടിപൊളി. ഒത്തിരി ലെൻസ് ഉണ്ട്, 4 ലെൻസ് ആയിട്ട് ഇവിടെ ഇതിനകത്ത് തന്നെ. ഇനി അപ്പുറം വേറെ. ഇത് നമ്മുടെ ഇഷ അംബാനിയുടെ വീട് ഇതാ കാണുന്നു. റോഡില് ടണലിൽ കൂടെ പോകണം നമ്മൾ. ടണൽ നമ്മള് മുന്നാമത്തെ വീഡിയോയില് കണ്ടു കാണും. 2ാം പ്രാവശ്യം ടണലിന്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര. കടലിന്റെ ഉള്ളിൽ കൂടെയുള്ള യാത്ര. അങ്ങനെ ഞങ്ങൾ ടണലിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്കൊക്കെ കടന്നു കേട്ടോ. അപ്പൊ ഞങ്ങൾ അങ്ങനെ എത്തി. ക്രോഫോർഡ് മാർക്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ദൂരേക്ക് ഇങ്ങനെ കാഴ്ചകൾ കാണാം നമുക്ക്. ഇനി ഇവിടുന്ന് തുടങ്ങണം, ആരംഭിക്കണം നമ്മുടെ ഷോപ്പിംഗ് കാര്യങ്ങളെല്ലാം. കുറച്ച് പേർക്ക് ജ്യൂസ് കുടിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം എന്നിട്ട് തുടങ്ങാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞങ്ങളുടെ ഷോപ്പിംഗ് ആരംഭിക്കണം. ഇവിടെയൊക്കെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ വിൽപ്പനയ്ക്കായിട്ട് ഇങ്ങനെ ആൾക്കാർ വന്ന് നിൽക്കുക. നമ്മളിങ്ങനത്തെ വീട്ടിലേക്ക് വാങ്ങിയായിരുന്നു ഓൺലൈൻ. അതൊക്കെ ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പുറത്തിട്ട് വിറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. അവരൊക്കെ അടുത്ത വണ്ടിയിൽ നിന്ന് ഇറങ്ങി അവരിന്ന് അവിടെ എത്തിയിട്ടുണ്ട്. എത്തിപ്പോയി. അപ്പോൾ നമ്മൾ വാങ്ങിച്ച ആ ഒരു ഡസ്റ്റർ ഉണ്ടല്ലോ, അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓൺലൈനിൽ 499 രൂപയ്ക്ക് വാങ്ങിച്ചതാട്ടോ. ഇപ്പം അത് ഇവിടെ വില പറഞ്ഞത് 250 രൂപയാണ്. നമ്മൾ പക്ഷെ ഇവിടെ ബാർഗെയിൻ ചെയ്യണം. അപ്പം അങ്ങനെ ബാർഗെയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഒരു 100 രൂപയ്ക്ക് കൊടുക്കാൻ തയ്യാറാണ് ആ സെയിം സാധനം. അപ്പം എൻ്റെ ശരിക്കും പറഞ്ഞാൽ ചങ്ക് തകരാണ്. കാരണം ഞാൻ വാങ്ങിച്ചത് 499 രൂപയ്ക്കാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ഭയങ്കര നഷ്ടമായിപ്പോയി. ഇവർക്ക് നല്ല ലാഭമാണ്. ഇവിടെ ബാഗ് ആരഞ്ചേട്ടൻ അപ്പോഴേക്കും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ടേബിൾ ക്ലോത്ത് വാങ്ങിച്ചിട്ടുണ്ട്. ടീപ്പോയ്ക്കുള്ളതും പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ ക്ലോത്തും. അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ നല്ല
ടവലുകളുണ്ട് കേട്ടോ, സൂപ്പർ. അവരിങ്ങനെ വെള്ളം ഒഴിച്ച് ഒക്കെ കാണിക്കുന്നുണ്ട്, വെള്ളം അബ്സോർബ് ചെയ്യും, നല്ലതാന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നല്ല സൂപ്പർ. വുഡൻ സ്പാച്ചുലകളൊക്കെ ഇഷ്ടമാതിരി ഉണ്ട്. കിച്ചൺ ഐറ്റംസ് ഒക്കെ നല്ല ഇഷ്ടം പോലെ ഐറ്റംസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ശ്രീഷട്ടിൽ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്ക് നോക്ക് നോക്ക്. ഇങ്ങേ സൈഡിൽ മൊത്തം വേറെ പല പല ഐറ്റംസിൻ്റെ ഷോപ്പുകളാണ്. ഇവിടെയൊക്കെ ഇതാ ഗാർമെൻറ്റ് ഷോപ്പുകളിൽ നിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ കുറച്ച് കോസ്റ്റ്ലിയാണ്. പിന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഇങ്ങനെ ഈ ഫുട്പാത്തിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ചീപ്പറായിട്ട് കിട്ടും. ഇവിടെ ബാഗുകളുടെ ഷോപ്പിംഗ് ഇതാ ഇവിടെ നടക്കണ്. എല്ലാവരും ബാഗ് വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് വേണം ഒരെണ്ണം. ഡിസൈൻ നോക്കട്ടെ. അപ്പം അങ്ങനെ ഞങ്ങളെല്ലാവരും ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്ത ഷോപ്പിങ്ങിനായിട്ട് നീങ്ങണം. ഇവിടെയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് ഷോപ്പുകളും ഉള്ളിലേക്ക് മാർക്കറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ, വേറെ വേറെ. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്കൊന്നും പോകണില്ല, ഇപ്പോൾ സമയമില്ലാത്തതുകൊണ്ട്. പിന്നെ നന്നായിട്ട് ബാർഗെയിൻ ചെയ്യണം, എന്നാലേ കിട്ടുള്ളൂ. ഒരു ഭയങ്കര റേറ്റൊക്കെ പറയും. അപ്പോൾ അത് നമ്മൾ പേശി ഇങ്ങനെ കൊണ്ടുവന്നാലേ നമുക്ക് കറക്റ്റ് വിലയ്ക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് വളരെ ഫാസ്റ്റായിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ നടത്തിയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഇവിടെയും ഓപ്പണായി വരുന്നുള്ളൂ. എല്ലാം ഒരു സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഒക്കെ റെഡിയാക്കി അറേഞ്ച് ചെയ്തൊക്കെ വെക്കുന്നുള്ളൂ. ഇവിടെ ഉണ്ട് കേട്ടോ ഒത്തിരി ഷോപ്സുകളൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് നല്ല അടിപൊളി കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഐറ്റംസുകളൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഇവിടുന്ന് വേഗത്തിൽ പോയി ഇനി ഫാഷൻ സ്ട്രീറ്റ് റോഡിലേക്ക് തന്നെ ഒന്നും കൂടെ പോകാമെന്ന് ഓർത്തു, ആ മാർക്കറ്റിലേക്ക്. അവിടെ ഞങ്ങൾക്ക് ഇന്നലെ അധികം ടൈം കിട്ടിയില്ലായിരുന്നു സ്പെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വെച്ചാൽ ഞങ്ങളിത് ബസ്സിലേക്ക് കയറണം കേട്ടോ. അപ്പോൾ പോകാനായിട്ട് ഒരു ബസ് ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ ബസ്സിന് പോകാമെന്ന് പറഞ്ഞാൽ, ബസ്സിനാണെങ്കിൽ കുറച്ച് ദൂരമുള്ളതെന്ന് പറഞ്ഞതാ എല്ലാവരും ബസ്സിൽ കയറണം. അപ്പോൾ അങ്ങനെ ബോംബെയിൽ വന്ന് ബസ് യാത്രയായി. ആദ്യമായിട്ട് ബോംബെയിൽ വന്നു. അങ്ങനെ ബോംബെയിൽ വന്ന് ആദ്യമായിട്ട് ബസ്സിൽ എന്നുള്ള യാത്ര, നല്ല യാത്ര. ഒരു ഷോപ്പിംഗ്. അപ്പോൾ ഞങ്ങളങ്ങനെ ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ ആദ്യം ഒരു ഹോട്ടലിലേക്ക് പോകണം ഫുഡ് കഴിക്കാൻ. കാരണം ഇപ്പോൾ ഓൾറെഡി 2 മണി കഴിഞ്ഞു. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് രാവിലെ ആണെങ്കിൽ ശരിക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ജസ്റ്റ് നമ്മൾ ആ വടാപ്പാവ് വാങ്ങിച്ച് കഴിച്ചതാണ്. അപ്പോൾ ഇനി ഫുഡൊക്കെ കഴിച്ചിട്ട് ഫാഷൻ സ്ട്രീറ്റ് റോഡ് അവിടുത്തെ ആ ഷോപ്പിംഗ് ചെയ്യാനൊക്കെ ആയിട്ട് ആ മാർക്കറ്റിലേക്ക് പോകാമെന്ന് വിചാരിക്കും. ഞങ്ങളങ്ങനെ ഒരു ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് മടുത്ത് അവശതയായി ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുക. ഉച്ചക്കലത്തെ ലഞ്ച് ഇപ്പോൾ സമയം 2 മണി. 2 മണിക്ക് നമുക്ക് ഫുഡ് കഴിക്കാം. ലഞ്ച് 2 മണിയായോ? അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ വന്നിരുന്ന് ഫുഡിന് ഓർഡറൊക്കെ കൊടുത്ത് വർത്താനൊക്കെ പറഞ്ഞിരിക്കുക കേട്ടോ. അപ്പോഴേക്കും നമുക്ക് കുടിക്കാനുള്ള വെള്ളവും അതുപോലെ തന്നെ സാലഡ് കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നപ്പോഴേക്കും തന്നെ നമ്മൾ ഓർഡർ കൊടുത്ത ഫുഡൊക്കെ എത്തിയിട്ടോ. ജീര റൈസ് സ്പെഷ്യൽ, ജീര റൈസ്, ചിക്കൻ ബിരിയാണി, എഗ് ബിരിയാണി, പിന്നെന്താ ഞങ്ങള് ചപ്പാത്തി പറഞ്ഞു. ഞങ്ങള് സാധാരണക്കാരിൽ സാധാരണക്കാര് അല്ലേ ചേട്ടാ? നമ്മള് ചപ്പാത്തി അല്ല പറഞ്ഞേക്കണേ. പറയും നമ്മള് ചപ്പാത്തി അല്ല പറഞ്ഞ. എല്ലാം ഷെയർ ചെയ്ത് കഴിക്കാം. ഇവര് പറയുന്നത് ചിക്കൻ ബിരിയാണി സൂപ്പറാണ്. നമ്മളിത് അറിഞ്ഞില്ലേ നേരത്തെ, അതുകൊണ്ട് നമ്മള് ചപ്പാത്തി പറഞ്ഞേക്കണേ. അങ്ങനെ ഞങ്ങൾക്കുള്ള ചപ്പാത്തി എത്തി. അപ്പോൾ ഇന്നത്തെ ഫുഡ് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഫുഡായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടമായി. ഫുഡൊക്കെ കഴിയുമ്പോൾ അവർക്ക് ഷേക്ക് വേണമെന്ന് പറഞ്ഞാൽ ഷേക്കും വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു. എല്ലാവരും വിശപ്പൊക്കെ മാറി, ഹാപ്പിയായി, സന്തോഷമായി. മടുത്തിരിക്കുകയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റും ശരിക്കും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിഞ്ഞ് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ ചിലവർ സ്പ്രൈറ്റ്, കൊക്കക്കോള, അങ്ങനെയൊക്കെ ഓരോ ഐറ്റംസൊക്കെ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. സുഷ ടീച്ചറുടെ ബാഗ് ഇതാ പുതിയത് കേട്ടോ. ഇതിനവർ റേറ്റ് പറഞ്ഞത് 500 രൂപയായിരുന്നു. 500 രൂപ വഴി പറഞ്ഞു. നമ്മൾ വില പേശി 75 രൂപയ്ക്ക് നമുക്ക് ബാഗ് കിട്ടി. അതെ, 75 രൂപയ്ക്ക് നമുക്ക് ബാഗ് കിട്ടി കേട്ടോ. ഞങ്ങളെല്ലാവരും വാങ്ങിച്ചിട്ടുണ്ട് ഇങ്ങനത്തെ ബാഗ്. ഇനി ഞങ്ങൾ അടുത്ത മാർക്കറ്റിലേക്ക് പോകണം. ഇവിടെ അടുത്ത് തന്നെ വേറൊരു മാർക്കറ്റ് ഉണ്ട്, ഫാഷൻ സ്ട്രീറ്റ് റോഡ് മാർക്കറ്റ്. അപ്പോൾ അവിടേക്ക് പോകണം. അവിടെയും വളരെ ചീപ്പായിട്ടൊക്കെ സാധനങ്ങൾ കിട്ടുന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ടു.
പിന്നെ മെയിൻ പ്രശ്നം എടുത്ത് നമ്മൾ ഒത്തിരി ബാർഗെയിൻ ചെയ്യണം. ഞങ്ങൾ ആദ്യത്തെ ദിവസം ഇവിടെ ഇത്തിരി സമയം ഷോപ്പിങ്ങിനായിട്ട് വന്നിരുന്നു. പക്ഷേ അപ്പം 1-2 കടകളിലൊക്കെ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ ഒരു ഒത്തിരി നീണ്ട ലൈനാട്ടോ. ഷോപ്പിംഗ് ചെയ്യാൻ ഒത്തിരി ഷോപ്സുകളുണ്ട് ഇവിടെ. പക്ഷെ അവിടേക്കൊന്നും പോകാൻ നമുക്ക് ടൈം കിട്ടിയില്ലായിരുന്നു ഒന്ന്. അപ്പോൾ ഇന്നൊന്നും കൂടെ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വന്നതാണ് ഇവിടേക്ക്. അപ്പോൾ ഇനി നമ്മൾ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടെ വരാം. ബൈ ബൈ.